നമസ്തേ. ഓം നമഃശിവായ. എല്ലാവർക്കും ആത്മ പ്രണാമം. ശരനൂൽ പഠനത്തിൻ്റെ ഭാഗമായി അതിന് മുന്നോടിയായി നടക്കുന്ന ആമുഖ ക്ലാസ്സിൻ്റെ 4ാം ദിവസമായ ഇന്ന് നമ്മൾ ശരനൂലിൻ്റെ സിലബസ് എന്താണ്, ശരനൂലിൽ എന്തൊക്കെ തരത്തിലുള്ള പരിശീലനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ശരം എന്നുള്ളതിന് ശ്വാസമെന്നും ശ്വാസത്തിന് പിന്നിലെ സൂക്ഷ്മശക്തിയായിരിക്കുന്ന പ്രാണനെന്നും ആ പ്രാണനിലൂടെ ദൈവീക ശക്തി അല്ലെങ്കിൽ ആ പരബ്രഹ്മം അതുമായിട്ട് കണക്ട് ചെയ്യുന്ന വിദ്യയാണ് ശരനൂലെന്ന് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ ശരത്തെ, ഈ ശ്വാസത്തെ, ഈ പ്രാണനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കായകൽപ്പം ചെയ്യുക. കായം എന്ന് പറഞ്ഞാൽ ശരീരം, കൽപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക, ഇത്ര നാൾ ജീവിക്കുക എന്നൊക്കെ പല അർത്ഥങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിനെ ആരോഗ്യകരമാക്കുന്നതിനുള്ള കാര്യങ്ങൾ ശരനൂലിലൂടെ നമ്മൾ നേടുക എന്നുള്ളതാണ്. ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ ബോഡി മാത്രമല്ല, അതായത് മജ്ജയും മാംസവും രക്തവും എല്ലും തോലും ഒക്കെയുള്ള ഈ ഒരു ശരീരമല്ല ശരീരമെന്നത് സിദ്ധന്മാർ ഉദ്ദേശിക്കുന്നത്. ശരീരം എന്ന് പറയുമ്പോൾ അതിന് ത്രിമാന ശരീരങ്ങളായിട്ട് നമ്മൾ പറയും. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന് പറയുന്ന ത്രിമാന ശരീരങ്ങൾ, അല്ലെങ്കിൽ പഞ്ചകോശ സിദ്ധാന്തമനുസരിച്ച് അതിനെ 5 ശരീരമായിട്ട് പറയും. അന്നമയ കോശം അഥവാ ഈ ഫിസിക്കൽ ബോഡി, ഭൗതിക ശരീരം, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ കോശം, ഈ 3 ലെയേഴ്സ് ചേർന്നിരിക്കുന്നതായിരിക്കുന്ന ആസ്ട്രൽ ബോഡി, പിന്നെ ആനന്ദമയ കോശത്തിൻ്റെ തലമായിരിക്കുന്ന കാരണശരീരം എന്നാണ് പറയുക. യോഗഭാഷയിൽ അല്ലെങ്കിൽ കുണ്ഡലിനി യോഗത്തിൽ ശരീരങ്ങളെ ഇങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കുക. ഈ പറയുന്ന ത്രിമാന ശരീരം എന്ന് പറയുമ്പോൾ സ്ഥൂലം, സൂക്ഷ്മം, കാരണം. പഞ്ചമാന ശരീരം എന്ന് പറയുമ്പോൾ പഞ്ചകോശ സിദ്ധാന്തം അനുസരിച്ച് അന്നമയ കോശം, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. അന്നമയ കോശം എന്ന് പറയുന്ന ഈ ഭൗതിക ശരീരം, ഈ ഫിസിക്കൽ ബോഡി. പ്രാണമയ, മനോമയ, വിജ്ഞാനമയ കോശം എന്ന് നമ്മൾ പറയുമ്പോൾ ആസ്ട്രൽ ബോഡി. ആനന്ദമയ കോശം എന്ന് പറയുമ്പോൾ കാരണശരീരം എന്ന് പറയും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ശരയോഗ വിദ്യയിലെ പരിശീലനങ്ങളെല്ലാം തന്നെ സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരങ്ങളെ, അല്ലെങ്കിൽ അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ കോശങ്ങളെ എനർജറ്റിക് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രശ്നങ്ങളെ, രോഗങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. മാനവ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരം, ഈശ്വരീയ ബോധം നേടുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഭൗതിക ജീവിതത്തെ, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തെ സുഖസമ്പന്നമാക്കുന്നതിനുള്ള അനേകം വിദ്യകൾ ശരനൂലിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടാകുന്നത് പൊതുവെ 2ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, നമ്മൾ പറഞ്ഞ പാരമ്പര്യ രോഗങ്ങൾ, അച്ഛൻ, അമ്മ, ഇവരുടെ ജീനിലൂടെ, ജനറ്റിക്കൽ കോഡിലൂടെ നമുക്കുണ്ടാകുന്ന പല വിധത്തിലുള്ള അസുഖങ്ങൾ. 2, ഈ ജന്മത്തിലെ അടുക്കും ചിട്ടയും നിഷ്ഠയും ഇല്ലാത്ത ജീവിതം കൊണ്ട്, ശരിയായ ആഹാര രീതി മനസ്സിലാക്കാത്തത് കൊണ്ട്, ശരിയായ ശ്വസനത്തിൻ്റെ അഭാവം, ശരിയായ ഉറക്കത്തിൻ്റെ അഭാവം, ശരിയായ വിശ്രമത്തിൻ്റെ അഭാവം, ശരിയായ പ്രകൃതി ബന്ധത്തിൻ്റേതായിരിക്കുന്ന അഭാവം, ഇതുകൊണ്ട് ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ. അഗ്നി, വായു, ആകാശം, പൃഥ്വി, ജലം. അഗ്നി, വായു, ആകാശം, പൃഥ്വി, ജലം. ഇതാണ് പഞ്ചം. പഞ്ചം എന്ന് വെച്ചാൽ 5 ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായത്, ഭവിച്ചത്, നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന മജ്ജയും മാംസവും രക്തവും ഒക്കെ കൂടിയിരിക്കുന്ന ഈ ഒരു ശരീരം നമ്മൾ ഈ പറയുന്ന സൂക്ഷ്മമായ പഞ്ച തന്മാത്രകളിൽ നിന്നുണ്ടായതാണെന്നാണ് പറയാം. അപ്പോൾ നമുക്ക് ഈ ശരീരം കിട്ടിയത് എവിടെ നിന്നാണ്? നമ്മുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ്, അല്ലേ? അവർക്ക് ഈ ശരീരത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശക്തി എവിടെ നിന്നാണ് കിട്ടിയത്? ഒരു പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും യോജിക്കുമ്പോഴാണ് ഒരു ജീവൻ ഉടലെടുക്കുന്നത്, അമ്മയുടെ ഉദരത്തിലെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിൻ്റെ ഈ ബീജവും അണ്ഡവും മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ ബീജാണ്ഡങ്ങളായി രൂപപ്പെടുന്നത് നമ്മൾ കഴിച്ച ആഹാരവും ജലവും ശ്വസിച്ച വായുവും ഇതെല്ലാമാണ് ഈ ബീജാണ്ഡ രൂപത്തിലുണ്ടായത്. അപ്പോൾ ആഹാരവും ജലവും വായുവും എല്ലാം എന്താണ്? പഞ്ചഭൂതങ്ങളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ബീജവും അണ്ഡവും യോജിച്ച് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളൊരു ചെറിയ മാംസമായി അവിടെ നുടലെടുത്ത് പിന്നീട് 5 മാസം, 6 മാസം, 8 മാസം, 10 മാസം കഴിയുമ്പോഴത്തേക്കും പൂർണ്ണത പ്രാപിച്ച ഒരു ശിശുവായി, മനുഷ്യ ശിശുവായി നമ്മൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മളെ ഓരോ മാസവും വളർത്തിക്കൊണ്ട് വരുന്നത്, കൈ മുളപ്പിച്ച്, കാല് മുളപ്പിച്ച്, ചെവി മുളപ്പിച്ച്, കണ്ണ് മുളപ്പിച്ച്, ഇതൊക്കെ കൊണ്ടുവരുന്നതിന് പിന്നിൽ വളരെ വലിയ ഒരു
ശക്തിയുണ്ട്, ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തനം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്, അമ്മയുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. ആ ശക്തിയാണ് നമ്മൾ പ്രപഞ്ച ചൈതന്യം, പ്രകൃതീശ്വരി അല്ലെങ്കിൽ പ്രാണചൈതന്യം എന്ന് പറയാം. അപ്പോൾ നമ്മൾ ശരയോഗവിദ്യ അഭ്യസിക്കുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിൽ ശാരീരിക തലത്തിലും മാനസിക തലത്തിലും ബൗദ്ധിക തലത്തിലും ഒപ്പം ആത്മീയ തലത്തിലുമുള്ള വളരെ വലിയ വികാസമുണ്ടാക്കും. ശരീരത്തിന് കായകൽപ്പമുണ്ടാകും, രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും. അതുപോലെ തന്നെ മനോമണ്ഡലത്തെ എനർജൈസ് ചെയ്യാൻ പറ്റും. മനസ്സിന് ശക്തിയുണ്ടാകും, ശാന്തിയുണ്ടാകും, സന്തോഷമുണ്ടാകും, ഊർജ്ജസ്വലതയുണ്ടാകും. മനോജന്യമായ രോഗങ്ങളെ നമുക്ക് നിവാരണം ചെയ്യാനുള്ള കഴിവുണ്ടാകും. മനസ്സിൻ്റെ പലതരത്തിലുള്ള കഴിവുകളെ നമുക്ക് ഇതിൻ്റെ അകത്ത് വികസിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞത് ശരീരത്തെയും മനസ്സിനെയും ഊർജ്ജസ്വലമാക്കാൻ ശരയോഗത്തിൽ വിദ്യകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയുടെ വികാസത്തിനും ബുദ്ധിയുടെ സൂക്ഷ്മതയ്ക്കും അതീന്ദ്രിയ ജ്ഞാനത്തിനും ഒക്കെ ശരയോഗം നമ്മൾ സഹായിക്കും. അതിലുപരിയായി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ കടവുൾ, ആ ജഗതീശ്വര ചൈതന്യം, നമ്മുടെ ഉപനിഷത്തിലൊക്കെ പറയുന്നത് പോലെ അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി എന്നൊക്കെ പറയില്ലേ. ഈശ്വരനെ തേടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതൊന്നുമില്ല. നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരനെ കാണാൻ കഴിയും എന്നാണ് പറയുക. നമ്മുടെ ക്ഷേത്രങ്ങളിൽ, തീർത്ഥകേന്ദ്രങ്ങളിൽ, പുണ്യകേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ ദൈവീക ദർശനങ്ങൾക്കായിട്ട് പോകാറുണ്ട് അല്ലേ. അത് നല്ല കാര്യം തന്നെ. നമുക്ക് നല്ലൊരു ആത്മീയ ഒരു ആനന്ദം ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും പുണ്യസങ്കേതങ്ങൾ, ക്ഷേത്രങ്ങൾ നമ്മളെ സഹായിക്കും. എന്നാൽ ഈശ്വരനെ തേടി പുറത്തേക്ക് അലയേണ്ടതില്ല. അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ശ്വാസം, ആ ശ്വാസത്തിന് പിന്നിലെ പ്രാണൻ ഈശ്വരനാണെന്നാണ് പറയുക, കടവുളാണ്, ശിവനാണെന്ന് പറയും. അപ്പോൾ അതാണ് ശരനൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ശ്വാസത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ശ്വാസമെന്ന കോവണിയിലൂടെ കയറി നമ്മൾ പ്രാണൻ എന്ന ശക്തിയുമായിട്ട് കണക്ട് ചെയ്ത് ആ പ്രാണശക്തിയിലൂടെ പ്രപഞ്ചാവബോധം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കും. അങ്ങനെ ഒരു വളരെ സയൻറ്റിഫിക്കായ മെത്തേഡാണ് ശരയോഗം. ഒരിക്കലും പ്രയാസകരമായ ഒരു മെത്തേഡുകളും ഇതിൻ്റെ അകത്തില്ല. ആദ്യഘട്ടം നമ്മൾ ചില പരിശീലനങ്ങളുണ്ട്, ഊർജ വ്യായാമങ്ങളെന്ന് വിളിക്കുന്ന. അതായത് ഇപ്പോൾ ശരനൂൽ ചെയ്യുന്നത് നമ്മുടെ ശ്വാസത്തെ ഉപയോഗിച്ചിട്ടാണല്ലോ. നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് എന്തിനെ ഉപയോഗിച്ചിട്ടാണ്? നമ്മുടെ ശ്വാസകോശത്തെ ഉപയോഗിച്ചിട്ടാണ്. ഈ പാല് നല്ലൊരു വസ്തുവാണെന്ന് നമുക്കറിയാം അല്ലേ. എന്നാൽ പാലെടുക്കുന്ന പാത്രം അഴുക്കാണെങ്കിലോ, നല്ല വസ്തുവായ പാലൊഴിക്കുന്ന പാത്രത്തിൽ അഴുക്കുണ്ടെങ്കിൽ ആ പാത്രത്തിലെ അഴുക്ക് പാലിൽ പിടിക്കും, പാൽ അശുദ്ധിയായിട്ട് മാറും. അപ്പോൾ ശ്വാസം വളരെയധികം സൂക്ഷ്മതയുള്ളൊരു ശക്തിയാണ്. അതിനെ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ ശ്വാസകോശം ഉപയോഗിച്ചുകൊണ്ടിട്ടാണ്. പക്ഷേ ശ്വാസകോശത്തിന് ശ്വാസത്തെ ശരിയായ രീതിയിൽ എടുക്കാനുള്ള കഴിവ്, കപ്പാസിറ്റി ഇല്ലെങ്കിൽ എടുക്കുന്ന ശ്വാസം പ്രോപ്പറാവില്ല. ഇന്ന് മനുഷ്യൻ നേരിടുന്ന പല മനോരോഗങ്ങളുടെയും ന്യൂറോ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം പ്രോപ്പറായിട്ടുള്ള ശ്വസനമില്ലാത്തതാണെന്നുള്ളതാണ്. നമ്മൾ നോർമൽ ബ്രീത്താണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ രീതിയിലുള്ള ബ്രീത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രീത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് യഥാർത്ഥത്തിൽ നമ്മളുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എനർജി ഇല്ല. നമ്മളൊരു വീട്ടിൽ ഒരുപാട് വൈദ്യുത അലങ്കാരങ്ങളുണ്ട്. നല്ല വോൾട്ടേജ് ഉള്ളപ്പോൾ ഇത് നന്നായിട്ട് പ്രകാശിക്കും. വോൾട്ടേജ് പോയി കഴിഞ്ഞാലോ ബൾബും ഫാനും ട്യൂബും ഒക്കെ മങ്ങും അല്ലേ, അവയുടെ കപ്പാസിറ്റി കുറയും. അപ്പോൾ പ്രോപ്പറായി ശ്വസനം നമ്മൾ ചെയ്തില്ലെങ്കിൽ ആ ശ്വാസത്തിലൂടെ കിട്ടുന്ന ജീവവായു, അതിന് പിന്നിലെ പ്രാണവായു നമ്മുടെ ഉള്ളിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരികമായ അവയവങ്ങളും ശരീരവും മനസ്സും ബോധതലവും ചക്രതലവും ഒക്കെ മങ്ങും എന്നാണ് പറയുക. അവയ്ക്ക് എനർജി നഷ്ടപ്പെടും. മാത്രമല്ല നമ്മൾ ഒരുപാട് ചിന്തകളിലൂടെ, ഇപ്പോൾ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിൻ്റെ ചിന്തകളിലൂടെ ഒരുപാട് എനർജി നമുക്ക് പോകുന്നുണ്ട്. നമ്മൾ കായികമായ അധ്വാനം ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാണവ്യയം, പ്രാണനഷ്ടം സംഭവിക്കുന്നതെന്നാണ് പറയുക. ഇപ്പോൾ ശരനൂലെന്ന് പറഞ്ഞാൽ ശ്വാസത്തിലൂടെ പ്രാണനെ അറിയലാണല്ലോ, പ്രാണനെ പൂർണ്ണമായും നമ്മുടെ ഉള്ളിലേക്ക് ആർജിച്ചെടുക്കലാണല്ലോ. പക്ഷേ ഈ പ്രാണൻ നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പ്രാണൻ ഏറ്റവും അധികം നഷ്ടപ്പെടുന്നത് നമ്മൾ ശാരീരികമായ അധ്വാനം ചെയ്യുമ്പോഴല്ല, നമ്മളെ മനസ്സിലെ ചിന്തകളിലൂടെ. നെഗറ്റീവായ ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ആഗ്രഹങ്ങൾ, നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ, ഇത്തരത്തിലുള്ള ഇമോഷൻസിലൂടെയാണ് ഏറ്റവും അധികം പ്രാണശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുന്നതെന്നാണ് പറയുക. അതാണിപ്പോൾ നമുക്ക് തന്നെ അറിയാം. നമ്മൾ വളരെയധികം നെഗറ്റീവ് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ, വളരെയധികം ദുഃഖത്തോടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിന് വലിയൊരു ഭാരം ഉണ്ടാവും, മനസ്സിന് വലിയൊരു ദുഃഖം ഉണ്ടാവും. എന്തോ എനർജി ലോസ്റ്റ്, എന്തോ എനർജി നഷ്ടം സംഭവിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്യാറില്ലേ? വലിയ സങ്കടം വരുമ്പോൾ, വലിയ ദേഷ്യം വരുമ്പോൾ, വളരെ വലിയ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ടാണത്? മനസ്സ് സൂക്ഷ്മ വസ്തുവാണെങ്കിലും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ദിവ്യമായ എനർജിയുണ്ട്. അത് ശ്വാസമാണ്, ശ്വാസത്തിന് പിന്നിലെ പ്രാണനാണ്. അപ്പോൾ പ്രാണൻ നഷ്ടപ്പെടുന്നത് കൊണ്ടിട്ടാണ് ഇത് സംഭവിക്കുക. മനസ്സെന്ന് പറഞ്ഞാൽ സൂക്ഷ്മ വസ്തുവാണ്. ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും
ചിന്ത, ആഗ്രഹം, വികാരം. ചിന്ത, ആഗ്രഹം, വികാരം. ഇവയുടെ സ്പന്ദന മണ്ഡലമാണ് മനുഷ്യ മനസ്സെന്ന് പറയും, നമ്മളുടെ ബോധ മനസ്സെന്ന് പറയും. നാം എന്ത് ചിന്തിക്കുന്നു നാം അതായിത്തീരുന്നു എന്ന് പറയും. അപ്പോൾ ആകർഷണ നിയമമുണ്ട്. നമ്മളെ വളരെ വിശദമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, ആകർഷണ നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കും. നമ്മളെ ജീവിതത്തെ ശാന്തസുന്ദരമാക്കാൻ, ധനത്തെ, ആരോഗ്യത്തെ, ഐശ്വര്യത്തെ, ആത്മവിശ്വാസത്തെ, അതുപോലെ തന്നെ രോഗങ്ങളെ പ്രതിരോധിക്കാനൊക്കെയുള്ള വളരെ വലിയ മെത്തേഡുകൾ ഋഷികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മഹാസങ്കല്പ സൂത്രമെന്നും ഇന്ന് ആധുനിക കാലത്ത് മാനിഫെസ്റ്റേഷൻ എന്നും അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് വിദ്യകൾ അതിൻ്റെ അകത്തുണ്ട്. നമ്മളതെല്ലാം ഈ ശരനൂലിൻ്റെ ഭാഗമായിട്ട്, പഠനത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കും. അപ്പോൾ ഇത്തരത്തിൽ എന്തിനേയും ആകർഷിക്കാനുള്ള കഴിവ് നമ്മുടെ മനസ്സിനുള്ളതുപോലെ തന്നെ എന്തിനേയും വികർഷിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ടാണ് നമ്മളൊരാളെ സ്നേഹിക്കുക, അല്ലേ? നമ്മുടെ മനസ്സുകൊണ്ടിട്ടാണ് നമ്മളൊരാളെ വെറുക്കുക. മനസ്സിൽ ചിന്തയുണ്ടാകുന്നു, ചിന്ത വാക്കുകളിലൂടെ വരുന്നു, വാക്കുകൾ പിന്നീട് നമ്മളെ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുക. ചിന്തകൾ, അതായത് മനസ്സാ ചിന്തിക്കുന്നത്, വാക്കുകളിലൂടെ പറയുന്നത്, കയ്യും കാലും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത്, ഇതാണ് കർമ്മം എന്ന് പറയും. അപ്പം നല്ല കർമ്മം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും ചീത്തകർമ്മം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആരാണ്? നമ്മുടെ മനസ്സാണ്. അപ്പം നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലാണോ നമ്മുടെ ജീവിതം സുന്ദരമാക്കാം എന്നാണ് ഋഷികൾ പറയുക. അപ്പോൾ ശരീരം നമുക്ക് കാണാൻ കഴിയുന്നു, മനസ്സ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മനസ്സ് എന്ന് പറഞ്ഞത് ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും സ്പന്ദന മണ്ഡലമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ചിന്തകളും ആഗ്രഹങ്ങളും വികാരങ്ങളും പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവായ എനർജി, പ്രാണിക് എനർജി നമ്മളിൽ നിറയുമെന്നും ജീവിതം പോസിറ്റീവ് ആകുമെന്നും പറയുന്നു. അത് സത്യമാണ്. നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് ആകുമ്പോൾ, ആഗ്രഹങ്ങൾ നെഗറ്റീവ് ആകുമ്പോൾ, നമ്മുടെ ഇമോഷൻസ് നെഗറ്റീവ് ആകുമ്പോൾ ജീവിതവും എന്താകും? നെഗറ്റീവ് ആകും. അതാണ് ആദ്യം പറഞ്ഞ, നാം എന്താണോ ചിന്തിക്കുന്നത് നാം അതായിത്തീരുന്നു. ആകർഷണ നിയമത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന മൂലതത്വമാണത്. എന്തിനെപ്പറ്റിയാണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക? എനിക്ക് ഉയരണം, എനിക്ക് വളരണം, എനിക്ക് നേടണം, ഞാൻ വിജയിക്കും, ഞാൻ ധനവാനാകും, അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലി കിട്ടും, എനിക്ക് നല്ല കുടുംബസുഖം ഉണ്ടാകും. ഇതാണ് നിരന്തരമായി നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതെങ്കിൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കും, ആകർഷണം സംഭവിക്കും. ഒരു കാന്തം ഇരുമ്പ് തരികളെ ആകർഷിച്ചെടുക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സുകൊണ്ട് അതിന് പിന്നിലെ സൂക്ഷ്മശക്തിയായ പ്രാണനെ കൊണ്ട് എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സുഖവും ദുഃഖവും, നേട്ടവും കോട്ടവും, രോഗവും അനാരോഗ്യവും ഈ ജന്മത്തിലോ പൂർവ്വജന്മത്തിലോ മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചത്, വാക്കുകളിലൂടെ നിങ്ങൾ പറഞ്ഞത്, കയ്യും കാലും ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തതിൻ്റെ കർമ്മഫലമാണെന്നാണ് പറയാം, അല്ലേ? കർമ്മഫലം, കർമ്മ സിദ്ധാന്തം എന്ന് സനാതനധർമ്മത്തിൽ പറയും. അപ്പോൾ ചിന്തകളെ പോസിറ്റീവ് ആക്കുക, ആഗ്രഹങ്ങളെ ക്രിയേറ്റീവ് ആക്കുക, ഇമോഷൻസ് മികച്ചതാക്കുക. പലപ്പോഴും മനുഷ്യനിത് സാധിക്കാറില്ല. ശരീരം കയ്യും കാലും പൊക്കണമെന്നൊക്കെ വേണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ മനസ്സ് പലപ്പോഴും നമുക്ക് കൺട്രോളിൽ കിട്ടില്ല. ഇനി നമ്മളിപ്പോൾ ശരയോഗം ചെയ്യുമ്പോഴും, ഇപ്പോൾ ചിലർ ചോദിച്ചു, സാർ ശരയോഗം എന്ന് പറഞ്ഞാൽ വെറുതെ ശ്വാസത്തെ നിരീക്ഷിക്കലല്ലേ എന്ന് ചോദിച്ചു. വെറുതെ ശ്വാസത്തെ നിരീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ വെറുതെ ശ്വാസത്തെ നിരീക്ഷിച്ചാൽ ശ്വാസത്തെ നിരീക്ഷിക്കുകയാണെന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ നിങ്ങളുടെ മനസ്സ് പാറിപ്പറന്ന് കെട്ടുപൊട്ടിയ പട്ടം പോലെ അവിടെ ഇവിടെയും പോകും. അതിന് സയൻറ്റിഫിക്കായൊരു മെത്തേഡുണ്ട്. ശാരീരികമായ ശിക്ഷണങ്ങൾ വേണം, എന്ന് വെച്ചാൽ ശരീരത്തിനുള്ള ചില പ്രത്യേക പ്രാക്ടീസുകൾ വേണം. അതുപോലെ തന്നെ നമ്മളുടെ പ്രധാന ശ്വാസം, ആ ശ്വാസത്തിലൂടെ മാത്രമേ പ്രാണനെ ടച്ച് ചെയ്യാൻ പറ്റൂ. ആ ശ്വാസ നിയന്ത്രണത്തിനുള്ള പ്രത്യേക മെത്തേഡുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ശരയോഗത്തിൻ്റെ സിലബസ് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ ചില പ്രത്യേക ലോക്സ് ഉണ്ട്, നമ്മൾ യോഗിക് ബന്ധങ്ങളെന്ന് പറയും. അതുപോലെ ചില പ്രത്യേക മുദ്രകളുണ്ട്, യോഗമുദ്രകൾ എന്ന് പറയും. പിന്നെ സവിശേഷമായ ചില സങ്കല്പ ശാക്തീകരണ ക്രിയകളുണ്ട്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് പരിശീലിക്കണം. ഇത് ബേസിക്കായിട്ടുള്ള യോഗിക് ടെക്നിക്കുകളാണ്. ഇത് കുറച്ച് ദിവസം പരിശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ശ്വാസത്തിനെ നിയന്ത്രിക്കാൻ പറ്റൂ. അല്ലെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളൊരു 3 മിനിറ്റ് സൈലൻ്റ് ആയിട്ടിരുന്ന് കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ നിരീക്ഷിക്കൂ. ശ്വാസം കയറുന്നതും പുറത്തേക്ക് പോകുന്നതും. 3 മിനിറ്റ് ഒന്നും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. ഒരു അര മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ശ്വാസത്തെ നിരീക്ഷിക്കണം എന്ന കാര്യം നമ്മൾ മറന്നു പോകും. നമ്മൾ മനസ്സിൻ്റെ പുറകെ ആയിരിക്കും പോവുക. മനസ്സിൻ്റെ പല ചിന്തകളുടെ പുറകെ, അല്ലെങ്കിൽ ഭാവിയെ പറ്റിയുള്ള ആശങ്കാകുലമായ ചിന്തകൾ, പോയ കാലത്തെ പറ്റിയുള്ള ദുഃഖങ്ങൾ, ഫ്യൂച്ചറോ പാസ്റ്റിലോ ആയിരിക്കും നിങ്ങളുടെ ചിന്ത. മനസ്സ് പലപ്പോഴും ചിന്ത പ്രസൻറ്റിൽ ഉണ്ടാവാറില്ല. മനസ്സ് പ്രസൻറ്റിൽ ഉണ്ടാവാറില്ല. മനസ്സിനെ പ്രസൻറ്റിൽ നിർത്താൻ പഠിക്കൽ കൂടിയാണ് ശരയോഗം. ഇന്നിൽ ജീവിക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, ആനന്ദത്തോടെ ജീവിക്കുക, ധനധാന്യ സമ്പദ് സമൃദ്ധിയോടെ, ആയുരാരോഗ്യ ഐശ്വര്യത്തോടെ, ഈശ്വരീയ ബോധത്തോടെ, പൂർണ്ണ അനുഗ്രഹത്തോടെ ജീവിക്കുക. ഇതാണ് ശരയോഗം ഒരാളിൽ തരുന്ന കാര്യം. അപ്പോൾ ഇതിൻ്റെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രത്യേക ഊർജ്ജക്രിയകൾ,
ചില പ്രത്യേക സിദ്ധ പ്രാണായാമങ്ങൾ, മുദ്രകൾ, യോഗബന്ധങ്ങൾ, നമ്മളീ പറയുന്ന പ്രത്യേക സങ്കല്പ ശാക്തീകരണ ക്രിയകൾ, പ്രാർത്ഥനാദി വിദ്യകളൊക്കെ ഇതിൻ്റെ ആദ്യഘട്ടത്തെ പരിശീലനങ്ങളിലുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് ശ്വാസത്തെയും അതിന് പിന്നിലെ സൂക്ഷ്മമായ പ്രാണനെയും അറിയാൻ പറ്റും. അപ്പോൾ പൊതുവേ ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ കണ്ണടച്ച് എവിടെയെങ്കിലും ഇരുന്ന് ഈ ശ്വാസത്തെ വെറുതെ നോക്കിക്കൊണ്ടിരുന്നാൽ ശരയോഗമായി എന്നാണ്. അല്ല, ശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ബാഹ്യവസ്തുവാണ്, പ്രാണൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മവസ്തുവാണ്. നിങ്ങൾ ശരയോഗം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നിങ്ങളിപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ധാരാളം പേര് ശരയോഗം മുന്നേ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്, അതിന് സമാനമായ പ്രാക്ടീസുകളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ പലരും പറയുന്ന ശരയോഗം എന്ന് വെച്ചാൽ കയറുന്ന ശ്വാസത്തെ അറിയുക, ഇറങ്ങുന്ന ശ്വാസത്തെ അറിയുക. ഇത് ആനാപാന സതി വിപശന എന്ന് പറഞ്ഞ രീതിയിൽ ഗൗതമ സിദ്ധാർത്ഥൻ അഭ്യസിച്ചിരുന്ന ഒരു വിദ്യ ഇതിന് സമാനമാണ്. അതല്ല യഥാർത്ഥ ശരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ മൂക്കിൻ്റെ തുമ്പത്താണെങ്കിലും ഈ പ്രാണൻ കയറി ഇറങ്ങുന്നത് നിങ്ങളുടെ നട്ടെല്ലിൽ ഇടാപിങ്കളയിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയണം. അത് സൂക്ഷ്മമാണ്. ഞാൻ ഈ പറഞ്ഞാൽ എത്രത്തോളം ഇതിപ്പോൾ മനസ്സിലാകുമെന്നറിയില്ല. ബാഹ്യമായി ശ്വാസം നടക്കും, കയറും ഇറങ്ങും നിൽക്കും, അന്തർകുംഭകം ഉള്ളിൽ നിന്ന് പോകും, പുറത്ത് നിന്ന് പോകും, തനിയെ കേവലകുംഭകം എന്ന രീതിയിലൊക്കെ സംഭവിക്കും. പക്ഷേ ഇതല്ല ശരയോഗം. പുറത്തെ ശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ഡോറാണ്. അകത്തേക്ക് പോകണം. അകത്ത് ഇടാപിങ്കള സുഷുമ്നാ നാഡികളിൽ, നട്ടെല്ലിൽ, അതിൻ്റെ ഉള്ളിൽ, ആസ്ട്രൽ ബോഡിയിൽ പ്രാണൻ്റെ സഞ്ചാരം അറിയാൻ കഴിയണം. ഇതറിയാൻ കഴിയുന്നവനാണ് ശരയോഗി. അതല്ലാതെ പുറത്തെ ശ്വാസത്തെ നിരീക്ഷിച്ചിരിക്കലല്ല ശരയോഗം എന്ന് പറഞ്ഞത്. ആദ്യഘട്ടം പുറത്തെ ശ്വാസത്തെ നമ്മൾ നിരീക്ഷിക്കും. പക്ഷെ എന്നും പുറത്തെ നിരീക്ഷിച്ചിരുന്നാൽ പോരാ, ആന്തരികതയിലേക്ക് പോകാനുള്ള പല മെത്തേഡുകളുണ്ട്. അത് ചെയ്താൽ മാത്രമേ ശരയോഗം, ശരനൂൽ ക്രിയ പൂർണ്ണമാവും. അതെന്താണെന്ന് വിശദമായി നമ്മൾ പരിശീലനങ്ങളിലൂടെ മനസ്സിലാക്കും. നമ്മളിപ്പോൾ പഠിക്കുന്ന ശരയോഗം, ശരനൂൽ യോഗം അല്ലെങ്കിൽ സ്വരയോഗം എന്ന് വിളിക്കുന്ന വിദ്യയുടെ സിലബസ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന സിദ്ധ പാരമ്പര്യത്തിലെ സിലബസാണ്. അതായത് ഇത് എഴുതി ഉണ്ടാക്കിയതിനേക്കാൾ ഏറെ ഗുരുപരമ്പരകളിലൂടെ പകർന്നു കിട്ടിയതാണ്, പുസ്തകങ്ങളിലല്ല. ഇപ്പോൾ ശിവസരോദയം, അഗസ്ത്യ ശരനൂൽ, തിരുക്കുറൽ, അങ്ങനെ പല തമിഴ് ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ പല ഗൂഢഗ്രന്ഥങ്ങളിലും തന്ത്രശാസ്ത്രത്തിലുമൊക്കെ ഈ ശരയോഗത്തിൻ്റെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം പല സ്ഥലത്ത് ചിതറിക്കിടക്കുകയാണ്. ഇതിനെയെല്ലാം യഥാർത്ഥത്തിൽ ക്രോഡീകരിച്ചു കൊണ്ടുവന്നത് അഗസ്ത്യ മഹർഷിയെ പോലെയുള്ള മഹാമുനികളാണ്. 18 സിദ്ധന്മാരിലെ മഹാമുനികളിൽ പലരും ഈ ശരത്തെ അല്ലെങ്കിൽ ശ്വാസത്തെ, അതിനു വേണ്ടിയുള്ള പ്രാണനെ, അതിൻ്റെ സൂക്ഷ്മസ്പന്ദനങ്ങളെ, അതെങ്ങനെ നമുക്ക് സ്വായക്തമാക്കാം എന്നുള്ള കാര്യങ്ങളെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗ്രന്ഥങ്ങളിൽ എഴുതിയതിനേക്കാൾ ഏറെ ആ പരമ്പരയിൽ നമ്മൾ പഠിക്കുമ്പോഴാണ് ഇത് കിട്ടുക. ഇത് ഒന്നും പുസ്തകത്തിലല്ല, ഇതൊക്കെ മസ്തകത്തിലാണുള്ളത്. ഋഷി മനസ്സിലൂടെ ഗുരുശിഷ്യ പ്രശിഷ്യ പാരമ്പര്യത്തിലാണ് ഇതിൻ്റെ വിദ്യകളെല്ലാം വന്നത്. മാത്രമല്ല ഇതൊരു സത്യമായ ശാസ്ത്രമാണ്. ഗുരു ഉപദേശത്തോടെ നമ്മളിത് പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, മന്ത്രദീക്ഷ എന്ന് പറയും, അല്ലെങ്കിൽ ഉപദേശദീക്ഷ എന്ന് പറയും, സ്പർശദീക്ഷ എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ആചാര്യൻ്റെ, ഗുരുവിൻ്റെ ഒരു പരമ്പരയുടെ അനുഗ്രഹ ആശിസ്സുകളോടെ ഈ ക്രിയ ചെയ്യുമ്പോഴാണ് അതിന് പൂർണ്ണത ഉണ്ടാകുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ചു വെച്ചിട്ട് വെറുതെ വായിച്ച് മൂക്കിൻ്റെ തുമ്പത്ത് നോക്കിയിരുന്നാൽ ശരയോഗം ആവില്ല. നമുക്ക് ശരിക്കും ഗുരുക്കന്മാർ പറയാറുണ്ട്, നമ്മളുടെ അധ്വാനം എന്ന് പറഞ്ഞാൽ 25%. മനസ്സിലായില്ലേ? ഈ 25% കൊണ്ട് നമുക്ക് ശരത്തെ, പ്രാണനെ അറിയാൻ പറ്റില്ല. അടുത്ത 25% നമ്മളുടെ ഗുരു, നമ്മളുടെ പരമ്പര നമുക്ക് തരണം. അടുത്ത 25% ഈശ്വരൻ നമുക്ക് തരണം. അപ്പോഴാണ് പൂർണ്ണതയിലേക്ക് പോവുക. അപ്പോൾ 25% നമ്മുടെ അധ്വാനം അതിൻ്റെ അകത്തുള്ളൂ. ബാക്കി 25% ഗുരുകൃപ കൊണ്ട് കിട്ടേണ്ടതാണ്. ബാക്കി ഈശ്വരകൃപ കൊണ്ട് കിട്ടേണ്ടതാണ്. ഈശ്വരൻ, ഗുരു, നമ്മളുടെ അധ്വാനം, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിത് പഠിക്കുന്നത് ഒരു പരമ്പരയിലാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, അപ്പോൾ ഈ വിദ്യ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത് ഞാനാണെങ്കിലും ഈ പഠിപ്പിക്കുന്ന ഈ സിലബസിലുള്ള ഈ പ്രത്യേക സിദ്ധപ്രാണായാമങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ, മുദ്രകൾ, പ്രത്യേക സങ്കല്പ ശാക്തീകരണ ക്രിയകൾ, ഇതിൻ്റെ പല ഗൂഢ മെത്തേഡുകളും ഞാൻ കണ്ടെത്തിയതോ വികസിപ്പിച്ചതോ അല്ല. ഞാൻ എൻ്റെ ഗുരുവിൽ നിന്ന്, എൻ്റെ പരമ്പരയിൽ നിന്ന് സ്വീകരിച്ചതാണ്. നിങ്ങളിത് പഠിപ്പിക്കുന്നത് ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പര എന്ന ഒരു ഗുരുപരമ്പരാ സമ്പ്രദായമാണ്. ഞാനതിലെ പഠിതാവാണ്. എൻ്റെ ഗുരുനാഥൻ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന മഹാഗുരുവിൻ്റെ ആ ഒരു പരമ്പരയ്ക്ക് കീഴിലാണ് ഇതെല്ലാം അഭ്യസിക്കുന്നത്. അതോടൊപ്പം തന്നെ സിദ്ധ പാരമ്പര്യത്തിലെ, തമിഴ് സിദ്ധ പാരമ്പര്യത്തിലെ അഗസ്ത്യ പാരമ്പര്യവും നമ്മളിതുമായിട്ട് കണക്റ്റഡാണ്. ഞാൻ 2011-12 കാലഘട്ടത്തിലാണ് ശരയോഗം യഥാർത്ഥത്തിൽ പഠിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ഏറ്റവും ചെറുപ്പം മുതൽ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ചെയ്യുന്ന വിദ്യ
ശിവരാജയോഗ വിദ്യ അല്ലെങ്കിൽ ശിവകുണ്ഡലിനി യോഗ വിദ്യ എന്ന് പറയുന്ന മെത്തേഡാണ്. അതാണ് എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ച് വർഷങ്ങളോളം അഭ്യസിച്ചത്. 2011-12 കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ചിദംബരം എന്ന് വിളിക്കുന്ന സ്ഥലം, അവിടെ ഞാനൊരു യോഗ കോഴ്സ്, അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ ഒരു യോഗ കോഴ്സ് പഠിക്കാൻ പോയ സമയത്താണ് അവിടെ ഒരിക്കൽ ഒരു ശിവരാത്രിയിൽ അവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ നമ്മൾ നാളുകളായിട്ട് അവിടെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ ഇതേപോലെ ചിദംബരം ക്ഷേത്രത്തിന് പുറത്തു വെച്ചിട്ട് അവിടെ ആ മണ്ഡപത്തിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് കണ്ടുമുട്ടിയ ഒരു സിദ്ധഗുരു, അദ്ദേഹമാണ് ശരയോഗത്തിൻ്റെ വിദ്യകൾ പറഞ്ഞു തന്നത്. ഈ രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്യണം. കാരണം ശിവരാജയോഗം ശിവകുണ്ഡലിനി യോഗം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. പിന്നീട് അദ്ദേഹം ചില ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ തന്നെ ചില ശിഷ്യ പരമ്പരകൾ പിന്നീട് ചിദംബരത്ത് നമുക്ക് ആ വിദ്യകൾ പറഞ്ഞു തന്നു. അദ്ദേഹം അഗസ്ത്യ പാരമ്പര്യത്തിലെ ഒരു മഹാമുനിയാണ് അദ്ദേഹത്തെ 1-2 തവണ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും പലരെയും കണ്ടിരുന്നു. പക്ഷേ അവരാരും നമ്മളീ പറയുന്ന ഈ സ്ഥലത്തുള്ളവരല്ല. അവർ ചിലർ അരുണാചലത്തിൽ തപസ്സനുഷ്ഠിക്കുന്നവരാണ്, ചിലർ ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിക്കുന്നവരാണ്. അപ്പോൾ അന്ന് 2011-12 കാലഘട്ടത്തിലാണ് ശിവകുണ്ഡലിനി ക്രിയയും ഈ ശരയോഗവും, ശിവകുണ്ഡലിനി ക്രിയ ചെയ്തിരുന്ന ഞാൻ ശരയോഗത്തിലേക്ക് കടക്കുന്നത്. പിന്നീട് വർഷങ്ങളോളം ശിവകുണ്ഡലിനിയും ശരയോഗവും അഭ്യസിച്ചു. ശിവകുണ്ഡലിനി യോഗം ചെയ്യുന്ന, അതായത് ശരയോഗത്തിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാന വിദ്യ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്ത ആഗമശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് ശിവരാജയോഗം എന്ന് പറയും. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ് ബാക്കി വിദ്യകളെല്ലാം തന്നെ. പക്ഷേ തമിഴ് പാരമ്പര്യത്തിൽ ഇത് ഏറ്റവും അധികം പ്രചരിപ്പിക്കപ്പെട്ടത് ശരയോഗ വിദ്യ, ശരനൂൽ വിദ്യ എന്ന രീതിയിലാണ്. പക്ഷെ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് തമ്മിൽ അഭേദ്യ ബന്ധമുണ്ടെന്ന് മനസ്സിലായി. ശിവകുണ്ഡലിനിയും ശരയോഗവും വ്യത്യസ്തമല്ല. അതിലെ ചില മെത്തേഡുകൾ, ചില മാർഗ്ഗങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ ലക്ഷ്യം സഹസ്രാരത്തിൽ കുടികൊള്ളുന്ന നമ്മുടെ ശിവബോധമാണെന്ന് തിരിച്ചറിയുകയുണ്ടായി. അങ്ങനെ ആ 2012 കാലഘട്ടം മുതൽ അനേക വർഷങ്ങളത് അഭ്യസിച്ച ഒരാൾ എന്ന നിലയിൽ എൻ്റെ ഒരു എളിയ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള നല്ല ഗുരുപരമ്പരകളിൽ നിന്ന് വേണം നമ്മൾ പഠിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമ്പ്രദായത്തെ, നിങ്ങളുടെ പേരും നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ തിരക്കി നിങ്ങൾക്ക് വേണ്ടി ഒരു സങ്കല്പം, ഒരു എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്തിട്ടാണ് ഈ ഒരു പരമ്പര ഈ ഒരു വിദ്യ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് ഒരു ഗുരുപരമ്പര സിസ്റ്റത്തിലെ വിദ്യ ആയതുകൊണ്ട് ഈ പഠിപ്പിക്കുന്ന നോട്ടുകളോ അല്ലെങ്കിൽ ഇതിൽ വരുന്ന വോയിസുകളോ, പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങുമ്പോഴുള്ള വോയിസുകളോ നോട്ടുകളോ അതിൻ്റെ വീഡിയോകളോ ഒന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കരുത്. കാരണം അങ്ങനെ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അവർക്കും അതുകൊണ്ട് ഗുണമുണ്ടാവില്ല, നിങ്ങൾക്കുണ്ടാവില്ല. അതാണ് ഞാൻ പറയുന്നത്. സത്യമുള്ള ശാസ്ത്രമാണ്, സങ്കല്പ ശക്തിയിലൂടെ പകർന്നു വരുന്ന ശാസ്ത്രമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ശരയോഗം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഏകദേശം സിലബസ് പറഞ്ഞു, അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു, ഗുരുപരമ്പര സമ്പ്രദായത്തിലൂടെ വരുന്ന ശാസ്ത്രമാണെന്ന് പറഞ്ഞു, ഭൗതികവും ആത്മീയവുമായ എല്ലാം നേടിത്തരുന്ന ഒന്നാണെന്ന് നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഈ ശരയോഗത്തിൻ്റെ ഇത്രയും വലിയൊരു പ്രാധാന്യത്തെ, ഇതിൻ്റെ ഒരു ശക്തിയെ, ചൈതന്യത്തെ ഇത് പഠിക്കാൻ പോകുന്ന, അഭ്യസിക്കാൻ പോകുന്ന നമ്മൾ ശരിയായി മനസ്സിലാക്കണം. നിങ്ങൾ പല സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ടാകും. അതൊക്കെ ആ രീതിയിൽ തന്നെ തുടരുക. ഹിമാലയൻ സിദ്ധാശ്രമ ട്രഡീഷനിൽ അല്ലെങ്കിൽ തമിഴ് സിദ്ധ പാരമ്പര്യത്തിലെ നമ്മുടെ ഈ മഹർഷീശ്വരന്മാരുടെ ഇതിൽ തന്നെ അഗസ്ത്യ പാരമ്പര്യത്തിൽ അഗതീശ്വര പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ അത് അങ്ങനെ തന്നെ ആ നിയമം ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളായിട്ട് ഇതിനെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഓക്കെ, ഇന്നത്തെ ആമുഖ ക്ലാസ്സിൽ ഈ കാര്യങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞത്. നമസ്തേ, ഓം നമഃ ശിവായ.